وعلى الذين هادوا حرمنا كل ذي ظفر ومن البقر والغنم حرمنا عليهم شحومهما إلا ما حملت ظهورهما أو الحوايا أو ما اختلط بعظم ذلك جزيناهم ببغيهم وإنا لصادقون فإن كذبوك فقل ربكم ذو رحمة واسعة ولا يرد بأسه عن القوم المجرمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعلى الذين هادوا حرمنا كل ذي ظفر ومن البقر والغنم حرمنا عليهم شهومهما إلا ما حملت ظهورهما أو الحوايا أو ما اختلط بعظم ذلك جزيناهم ببغيهم وإنا لصادقون. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പടച്ച റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 78-ാമത് ക്ലാസ്സിൽ 147-ാമത്തെ പേജിലുള്ള അവസാനത്തെ ആയത്ത് 146-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. وعلى الذين هادوا حرمنا كل ذي ظفر ومن البقر والغنم حرمنا عليهم شهومهما إلا ما حملت ظهورهما أو الهوايا أو ما اختلط بعظم ذلك جزيناهم ببغيهم وإنا لصادقون. കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു ഭക്ഷണമായി അനുവദിച്ചിട്ടുള്ളത് എന്തൊക്കെ, ഹറാമാക്കിയത് എന്തൊക്കെ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് വിശദീകരിച്ച് വന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രം കൂടെ ഇവിടെ അള്ളാഹു കേൾപ്പിക്കുകയാണ്. അത് ആരുടെ ചരിത്രമാണെന്നറിയോ? വഅലല്ലദീന ഹാദു എന്ന് പറഞ്ഞാൽ ജൂതന്മാരായ യഹൂദികളായ ആളുകൾക്ക് വഅലല്ലദീന ഹാദു സാധാരണ ഇങ്ങനെ പരാമർശിക്കാറില്ല. പിന്നെന്താ പറയാറുള്ളത്? യാ അഹ്ലൽ കിതാബ്, വേദഗ്രന്ഥത്തിന്റെ ആളുകളെ, അല്ലെങ്കിൽ അന്നസാറ, അൽ യഹൂദ, അൽ ഹാദു വന്നസാറ എന്നൊക്കെയാണ് പറയാ, അല്ലേ? രണ്ടു കൂട്ടരെയും ഒന്നിച്ചാണ് പറയാറുള്ളത്. ഇവിടെ
വഅലല്ലദീന ഹാദു എന്ന് പറയുന്നത് മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അനുയായികളായ ആളുകളെയാണ് ജൂതന്മാരെ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. വഅലല്ലദീന ഹാദു, ജൂതന്മാരായ ആളുകൾക്ക് ഹറംന നാം ഹറാമാക്കിയിട്ടുണ്ടായിരുന്നു കുല്ല എല്ലാം ദീ ളുഫ്രിൻ ളുഫ്റുള്ള ദീ ഉള്ള ളുഫ്റിൻ നഖമുള്ള എല്ലാ ജീവികളെയും ജൂതന്മാർക്ക് നാം നിഷിദ്ധമാക്കുകയുണ്ടായി. ഇങ്ങനെയൊന്നും നിങ്ങളോട് ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയ 4 കാര്യങ്ങൾ, 4 സംഗതികളാണ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു കഴിഞ്ഞ ആയത്തുകൾ വിശദീകരിച്ചത് നമ്മൾ കണ്ടു. എന്തൊക്കെയായിരുന്നത്? മൈത്തത്ത്, ശവം, അതേപോലെ രക്തം എന്ന് പറയുമ്പോ ഒഴുക്കപ്പെട്ട രക്തം, അതേപോലെ പന്നി മാംസം, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്. ഈ 4 സംഗതികളാണ് നിങ്ങൾക്കിവിടെ വ്യക്തമായി അള്ളാഹു നിഷിദ്ധമാക്കുന്നത് എന്ന് നമ്മളെ കേൾപ്പിച്ചു. എന്നാൽ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നുമല്ല. അതിനേക്കാൾ ഉപരിയായി ചില നിഷിദ്ധങ്ങൾ അവർക്ക് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അത് എടുത്തു പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്ന്, എന്താ അവർക്ക് പ്രത്യേകമായി നിഷിദ്ധമാക്കിയത്? കുല്ലദീ ളുഫ്രിൻ, നഖമുള്ള ഒരു ജീവിയെയും അവർക്ക് ഉപയോഗിച്ചുകൂടാ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ അവർക്ക് വഴി? ഇസ്ലാമിലേക്ക് കടന്നു വരിക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുക. കഴിഞ്ഞ കാലങ്ങളിൽ അവർ ചെയ്ത ചില പ്രവർത്തനങ്ങളുടെ ഒക്കെ ഫലമായി ചില പ്രത്യേകമായ നിയമങ്ങൾ അവർക്ക് നൽകുകയുണ്ടായി. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു നിയമം അവർക്ക് അള്ളാഹു നൽകി എന്നുള്ളത്. എന്താണത്? ദീ ളുഫ്രിൻ, നഖമുള്ള ഒന്നിനെയും അവർക്ക് തിന്നുകൂടാ. വമിനൽ ബഖരി വൽ ഗനമി ഹറംനാ അലൈഹിം ശുഹൂമഹുമാ, ബഖർ പശുവർഗത്തിൽ നിന്ന്, വൽ ഗനം ആടുവർഗത്തിൽ നിന്നും, ഹറംനാ നാം ഹറാമാക്കി, അലൈഹിം അവർക്ക്, ശുഹൂമഹുമാ ശുഹൂമുൻ കൊഴുപ്പുകൾ, ശുഹൂമുൻ കൊഴുപ്പുകൾ, ഷീന് ഹാ മീം ഷഹ്മ് ശുഹൂമ് കൊഴുപ്പ്. കൊഴുപ്പും ഉപയോഗിച്ചുകൂടാ. എന്തിന്റെ? ബക്കറിന്റെയും ഗനമിന്റെയും പശുവർഗത്തിന്റെയും ആടുവർഗത്തിന്റെയും ഒക്കെ അതിൽപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ എണ്ണി പറഞ്ഞല്ലോ. അവയുടെ ഒന്നിന്റെയും കൊഴുപ്പുകളും അവരെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ ഇല്ലാമ ഹമലത് ളുഹൂറുഹുമാ, അവയുടെ മുതുകിന്മേലോ, അബിൽ ഹവായ അല്ലെങ്കിൽ കുടലുകൾക്ക് മീതെയോ, ഹാവിയത്തുൻ അതിന്റെ ബഹുവചനമാണ് ഹവായ, കുടലുകൾ എന്നാണ് അതിനർത്ഥം. ഔ മഖ്തലത ബിഅൽമിൻ, അല്ലെങ്കിൽ എല്ലുമായി ഒട്ടിച്ചേർന്നതോ ഒഴികെ. അപ്പൊ ഇത്തരം നാൽക്കാലികളുടെ ബക്കറിന്റെയും ഗനമിന്റെയും കൊഴുപ്പും അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ആ മൃഗങ്ങളുടെ മുതുകിലുള്ളത് അവർക്ക് ഉപയോഗിക്കാം, കുടലുകൾക്ക് മീതെയുള്ളതും ഉപയോഗിക്കാം, എല്ലുമായി ഒട്ടിച്ചേർന്ന് കിടക്കുന്നതും ഉപയോഗിക്കാം. ഇങ്ങനെ ചില പ്രത്യേകമായ നിയമങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം നൽകിയത്. അതുകൊണ്ടാണ് നമ്മള് ആമനർ റസൂലു എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നത് എന്താ? റബ്ബനാ ലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. ഞങ്ങളുടെ രക്ഷിതാവേ, കഴിഞ്ഞ കാലക്കാർക്ക് നൽകപ്പെട്ടതുപോലെയുള്ള
ഭാരിച്ച കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് നീ നൽകരുതേ, ഞങ്ങൾക്ക് വഹിക്കാൻ പറ്റാത്ത വിഷയങ്ങളൊന്നും ഞങ്ങളെ കൊണ്ട് നീ വഹിപ്പിക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? അതേപോലെ പടച്ചോനെ, ഞങ്ങൾക്ക് കഴിവില്ലാത്ത ഒരു തരത്തിലുള്ള ഭാരങ്ങളും ഞങ്ങളെ കൊണ്ട് നീ വഹിപ്പിക്കല്ലേ എന്ന് നമ്മൾ പ്രത്യേകം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ ചില നിയമങ്ങൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അവരുടെ ധിക്കാരത്തിന്റെയും കടുത്ത അതിക്രമത്തിന്റെയും ഒന്നിനു മീതെ മറ്റൊന്നായി അവരിങ്ങനെ അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെയും ഒക്കെ ഫലം എന്നോണം അവരിൽ ഇങ്ങനെയുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. കൊഴുപ്പ് ഉപയോഗിക്കരുത്, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുതുകിന്മേലുള്ള അല്ലെങ്കിൽ കുടലുകൾക്ക് മേലെ ഉള്ള അല്ലെങ്കിൽ എല്ലുമായി ഒട്ടിച്ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്ന അതൊക്കെ വേണമെങ്കിൽ ഒരല്പം ഉപയോഗിക്കാം എന്നാണ് അവരോട് പറയുന്നത്. എന്നിട്ട് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയാണ് കേട്ടോ, എന്ത് ദാലിക ജസൈനാഹും ബിബഗീഹിം, അവരുടെ ബഗീ കാരണം, ബഗയുൻ ധിക്കാരം എന്നാണ് വാക്കിനർത്ഥം, അവരുടെ ധിക്കാരം കാരണം അവർക്ക് ജസൈനാഹും നാം അവർക്ക് പ്രതിഫലമായി നൽകിയതാണ് അത് എന്നാണ്. അപ്പൊ അവരുടെ ധിക്കാരത്തിന്റെ ഫലമെന്നോണമാണ് ഇങ്ങനെ ഒരു നിയമം അള്ളാഹു നിശ്ചയിച്ചത്. അതല്ലാതെ വിശ്വാസികളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുവദനീയം, ഏറ്റവും നല്ലതും ഹലാലും ത്വയ്യിബുമായിട്ടുള്ളത്, ഏറ്റവും നല്ലത്, ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അനുവദിച്ചു നിന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നാം സത്യം പറയാട്ടോ, നാം സത്യമാണ് പറയുന്നത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുക. എന്തുകൊണ്ട്? ഇത്തരത്തിലുള്ള ജൂതന്മാർക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചില നിയമങ്ങൾ അവരുടെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നൽകി എന്ന് ചോദിച്ചാൽ അത് അവരുടെ ബഗയിന്റെ ധിക്കാരത്തിന്റെ ഫലമായിട്ടാണ് നൽകിയത് എന്നാണ്. അപ്പൊ ധിക്കാരികളായ ആളുകൾ ആലോചിക്കേണ്ടതാണ്. അവർക്ക് ഇവിടെയും നൽകപ്പെടാവുന്ന ശിക്ഷകൾ എന്ന് പറയുന്നത് ഇങ്ങനെ പ്രയാസപ്പെടുത്തത്തക്ക വിധത്തിലുള്ളതാകണം, അങ്ങനെ ആകേണ്ടിയിരുന്നു. പക്ഷേ അന്ത്യ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏറെ കരുണ ചെയ്തിരിക്കുകയാണ്. അവന്റെ കരുണയാണ്, അവന്റെ സ്നേഹമാണ് അവന്റെ കോപത്തെക്കാൾ ഏറ്റവും കൂടുതൽ അതിജയിച്ച് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു ഏറ്റവും എളുപ്പമുള്ള നിയമങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ല, ഈ കാലഘട്ടത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത്രയാണ് ഈ ആയത്തിന്റെ വാക്കർത്ഥം. ചെറിയൊരു വിശദീകരണത്തിലേക്ക് പോകാം. എന്തൊക്കെ നഖമുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത്? ഒട്ടകം, ഒട്ടകപക്ഷി, വാത്ത്, താറാവ് മുതലായവയെ പോലെ വിരലുകൾ അല്ലെങ്കിൽ കുളമ്പുകൾ പിളർന്നതല്ലാത്ത ജീവികളെയാണ് ഈ നഖമുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ നഖമുള്ള ഒരു വസ്തുവും അവരെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിച്ചുകൂടാ. അവർക്ക് പിന്നെ ഉപയോഗിക്കാവുന്നത് വളരെ കുറഞ്ഞ താറാവ് പോലെയുള്ള ഏതാനും പക്ഷികളെ, ഏതാനും സംഗതികളെ മാത്രമാണ് അവർക്ക് ഉപയോഗിക്കാൻ പിന്നെ സാധിക്കുന്നത്. അതേപോലെ ജീവികളെ വേട്ടയാടി പിടിക്കുന്നതും അല്ലാത്തതുമായ എല്ലാത്തരം നഖമുള്ള ജീവികളും നഖമുള്ള വസ്തുക്കളും ഇതിലൊക്കെ ഉൾപ്പെടുന്നു എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. ആടുമാടുകളുടെ മുതുകിലോ കുടലുകളിലോ എല്ലുകളിലോ ചേർന്ന് നിൽക്കുന്നതല്ലാത്ത എല്ലാ കൊഴുപ്പുകളും ഇതേപോലെ തന്നെ അവർക്ക് അള്ളാഹു വിരോധിച്ചിരിക്കുകയാണ്. യഹൂദികൾക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് വേദക്കാരുടെ മേൽ എന്നോ ഇസ്രായേല്യരുടെ മേൽ എന്നോ പറയാതെ ആ ഒരു വിഭാഗത്തിന്റെ നിയമലംഘനവും ധിക്കാരവും ഒക്കെ എത്ര വലിയതായിരുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയും അതിന് പകരമായി അവർക്ക് നൽകിയ ശിക്ഷയാണ് എന്ന് ആ വിഭാഗത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ കാണുന്നു. അവരുടെ അന്നും എന്നും ഇന്നും അവരിൽ നിന്ന് നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ധിക്കാരത്തിന്റെ
സംഗതികളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇനി നിങ്ങൾ നോക്കൂ, ഇനി പഴയ നിയമം അഥവാ തോറ, നമ്മൾ ബൈബിളിൽ കാണുന്ന പഴയ നിയമം എടുത്ത് പരിശോധിച്ചാൽ അതിലെ നിയമാവർത്തനം എന്ന പുസ്തകത്തിലെ 14-ാം അധ്യായം ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് അവരുടെ തോറയിൽ പറയുന്നുണ്ട്. നമുക്കിത് പൂർണ്ണമായും അങ്ങനെ തന്നെ ശരിയാണ് എന്ന് വിശ്വസിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം വകുപ്പില്ല. പക്ഷെ അതിലെ 3-ാമത്തെ വാക്യം മുതൽക്ക് തുടങ്ങുന്നത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്, നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന മൃഗങ്ങൾ ഇവയാണ്: കാള, ചെമ്മരിയാട്, കോലാട്, പുള്ളിമാൻ, കലമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, കവരിമാൻ, മലയാട്, ഇരട്ടക്കുളമ്പുള്ളവയും അയവിറക്കുന്നതുമായ എല്ലാ മൃഗങ്ങളെയും ഭക്ഷിക്കാം. എന്നാൽ അയവിറക്കുന്നവയോ ഇരട്ടക്കുളമ്പുള്ളവയോ ആയ മൃഗങ്ങളിൽ ഒട്ടകം, മുഴൽ, കുഴിമുഴൽ എന്നിവയെ ഭക്ഷിക്കരുത്. അവ അയവിറക്കുന്നവയല്ലെങ്കിലും അങ്ങനെ നിഷിദ്ധമാണ്. പന്നി ഇരട്ടക്കുളമ്പുള്ളതാണെങ്കിലും അയവിറക്കാത്തതാകിയാൽ അശുദ്ധമാണ്. പന്നി അശുദ്ധമാണ് എന്നാണ് തോറയിൽ പറയുന്നത്, പഴയ നിയമത്തിൽ പറയുന്നത്. അതിന്റെ മാംസം ഭക്ഷിക്കുകയോ അതിന്റെ ശവം സ്പർശിക്കുകയോ ചെയ്യരുത് എന്നാണ്. ജലജീവികളിൽ ചിറകും ചെതുമ്പലും ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ ചിറകും ചെതുമ്പലും ഇല്ലാത്തവയെ ഭക്ഷിക്കരുത്, അവ അശുദ്ധമാണ്. ശുദ്ധിയുള്ള എല്ലാ പക്ഷികളെയും ഭക്ഷിച്ചു കൊള്ളുവിൻ. നിങ്ങൾ ഭക്ഷിക്കരുതാത്ത പക്ഷികൾ ഇവയാണ്: അതിൽപ്പെട്ട എല്ലാ തരത്തിലും പെട്ട കഴുകൻ, ചെമ്പരുത്ത്, അങ്ങനെ ആ അധ്യായത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പഴയ നിയമത്തിലെ നിയമാവർത്തനം എന്ന അധ്യായത്തിലെ അതിലെ ആ ഭാഗത്തിലുള്ള 14-ാം അധ്യായം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ 9-ാം അധ്യായം, അവിടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും, ഹരിത സസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്നാൽ ജീവനൊടുക്കി അഥവാ രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത്, ചത്തത് തിന്നരുത്. ജീവനൊടുക്കിയ അതായത് രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത്. ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും, ഓരോരുത്തരോടും സഹോദരന്റെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും. എത്ര കണക്ക് പറയാനുണ്ടാകും വരില്ലേ? മനുഷ്യരക്തം ചൊരിയുന്നവന്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും, കാരണം എന്റെ ഛായയിലാണ് ഞാൻ മനുഷ്യരെ സൃഷ്ടിച്ചത്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. അങ്ങനെ പോകുന്നു ആ അധ്യായത്തിലെ കാര്യങ്ങൾ. അപ്പൊ ഇവിടെയും കുറെ അവർക്ക് എന്ത് തിന്നാം തിന്നൂടാ എന്നുള്ള നിയമങ്ങളൊക്കെ അവിടെ വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. അവർ പലതും തിരുത്തിയിട്ടുണ്ടാകാം, പലതും മാറ്റം വരുത്തിയിട്ടുണ്ടാകാം. ഏതായിരുന്നാലും അത്തരത്തിലുള്ള നിയമങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ കാണുന്നു. ആയത്തവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ആയത്തിൽ ഒരു കാര്യം മാത്രമാണുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയത് വളരെ കൃത്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരികമായി മാനസികമായി ഗുണമുള്ള കാര്യങ്ങളൊക്കെയാണ് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നത്. എന്നാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇന്ന് അതിന്റെ വ്യക്തമായ കാരണങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായ വിഷയങ്ങളാണ് അള്ളാഹു നിങ്ങൾക്ക് പൂർണ്ണമായി നിരോധിച്ചത്. അല്ലാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഹറാമാക്കിയതുപോലെയുള്ള ഒരു ഹറാമാക്കൽ പ്രക്രിയയല്ല വിശ്വാസികളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൽകിയിരിക്കുന്നത് എന്ന കാര്യമാണ് 146-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്ത ആയത്തിലേക്ക് പോകുന്നു. فَإِن كَذَّبُوكَ فَقُلْ رَبُّكُمْ ذُو رَحْمَةٍ وَاسِعَةٍ وَلَا يُرَدُّ بَأْسُهُ عَنِ الْمُجْرِمِينَ فَإِن كَذَّبُوكَ رَبُّكُمْ ذُو رَحْمَةٍ وَاسِعَةٍ ولا يرد بأسه عن القوم المجرمين فإن كذبوك ഇനി അവർ നിന്നെ നിഷേധിച്ച് കളയുകയാണെങ്കിൽ, ഫഇൻ എങ്കിൽ, കذبൂ അവർ നിഷേധിച്ചു, നിന്നെ താങ്കളെ,
അവർ ഇനിയും നിഷേധിച്ച് തള്ളുകയാണെങ്കിൽ ഫഖുൽ, താങ്കൾ പറഞ്ഞേക്കുക, അങ്ങനെയാകുമ്പോ താങ്കൾ പറഞ്ഞേക്കൂ, പറയുക, റബ്ബുക്കും ദൂ റഹ്മത്തിൻ, നിങ്ങളുടെ രക്ഷിതാവ്, ദൂ റഹ്മത്തിൻ, ദൂ ഉള്ളവൻ, റഹ്മത്തുള്ളവനാണ്, വാസിഅത്തിൻ, വിശാലമായ റഹ്മത്തുള്ളവനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞേക്കൂ. വലാ യുറദ്ദു ബഅസുഹു, അതേപോലെ അവന്റെ ശിക്ഷ ഒഴിവാക്കപ്പെടുകയില്ല. ബഅസുൻ, ശിക്ഷ. യുറദ്ദു, തട്ടിമാറ്റുകയില്ല, റദ്ദ് ചെയ്യപ്പെടുകയില്ല, ഒഴിവാക്കപ്പെടുന്നതല്ല. അനിൽ ഖൗമിൽ മുജ്രിമീൻ, കുറ്റവാളികളായ ജനങ്ങളിൽ നിന്ന് അവന്റെ ശിക്ഷ ഒഴിവാക്കപ്പെടുന്നതുമല്ല എന്നവരെ പറഞ്ഞു കേൾപ്പിച്ചേക്കൂ. രണ്ട് കാര്യമാണ് പറയേണ്ടത്. ഇനിയും നിങ്ങൾ നിഷേധിച്ചുകൊണ്ട് കളവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്ന്, നിങ്ങളുടെ റബ്ബ് ദൂ റഹ്മത്തിൻ വാസിഅത്തിൻ, വളരെ വിശാലമായ കാരുണ്യമുള്ളവനാണ് കേട്ടോ. വിശാലമായ കാരുണ്യവൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇങ്ങനെ വിശാലമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, സൗകര്യപൂർവ്വം നിങ്ങൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ജീവിച്ചാലും ധിക്കാരത്തോടുകൂടി ഇവിടെ കഴിഞ്ഞ് നിങ്ങൾ മരിച്ചു പോയാലും ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ബഅസിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പോണില്ലട്ടോ. ഇവിടെ നിങ്ങൾ എല്ലാം കൊണ്ടും സുഖമായി, സുഭിക്ഷമായി, സന്തോഷത്തോടുകൂടി, ഒരു പ്രയാസവും ഇല്ലാതെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ ജീവിച്ചാൽ, അങ്ങനെ ജീവിച്ചാണ് നിങ്ങളുടെ ജീവിതം ഇവിടെ കഴിഞ്ഞു പോയതെങ്കിൽ വലാ യുറദ്ദു ബഅസുഹു, നിങ്ങളുടെ ബഅസ് ഉണ്ടല്ലോ, ശിക്ഷയുണ്ടല്ലോ, അതിനെ തട്ടിമാറ്റാൻ, റദ്ദ് ചെയ്യാൻ ഒരാളുണ്ടാവില്ല. അത് ഒഴിവാക്കപ്പെടുന്നതല്ല. ഇവിടെ നിങ്ങൾക്ക് റഹ്മത്ത് നൽകിയിരിക്കുന്നു എന്നതുകൊണ്ട് പരലോകത്തും നിങ്ങൾക്ക് റഹ്മത്ത് നൽകൂല. അത് വളരെ കൃത്യ. ഇവിടെ റഹ്മത്ത് നൽകിയവനാണ്, വിശാലമായ റഹ്മത്തിന്റെ ഉടമയാണ് അള്ളാഹു എന്നതുകൊണ്ട് പരലോകത്ത് വരുമ്പോ നിങ്ങൾക്ക് അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അത് ഒഴിവാക്കി തരൂല നിങ്ങൾക്ക്. അതൊരു വല്ലാത്ത പറച്ചിലാണല്ലോ പറഞ്ഞത്. അനിൽ ഖൗമിൽ മുജ്രിമീൻ, കുറ്റവാളികളായ മുജ്രിമീങ്ങളായ, മുജ്രിമുൻ കുറ്റവാളി, കുറ്റവാളികളായ ജനങ്ങൾക്ക് അവരുടെ ശിക്ഷ ഒഴിവാക്കപ്പെടും. അത് ആ അക്കൗണ്ടിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല, മായ്ഞ്ഞു പോവില്ല, ആർക്കും മായ്ച്ചു കളയാൻ കഴിയില്ല. എത്ര വലിയ കഴിവുള്ളവനാണെങ്കിലും തന്നെ കുറ്റവാളികളായ ആളുകളുടെ അക്കൗണ്ടിൽ നിന്ന് അവർ ചെയ്ത കുറ്റങ്ങൾ അത് നീക്കിക്കളയാൻ കഴിവുള്ളവനായിട്ട് ആരും തന്നെ ഇല്ല കേട്ടോ. എന്നത് ശക്തമായ നിർദ്ദേശം കൂടെയാണ് ഇവിടെ അള്ളാഹു നൽകിയിരിക്കുന്നത്. ഒന്നുകൂടി നോക്കൂ ആയത്ത്. فَإِن كَذَّبُوكَ فَقُلْ رَبُّكُمْ ذُو رَحْمَةٍ وَاسِعَةٍ فَقُلْ رَبُّكُمْ ذُو رَحْمَةٍ وَاسِعَةٍ وَلَا يُرَدُّ بَأْسُهُ عَنِ الْقَوْمِ الْمُجْرِمِينَ. ശരി, ഇതിലെ രണ്ട് പാർട്ട് നമ്മൾ കണ്ടു. ആ രണ്ട് എന്താണ്? റബ്ബുക്കും ദൂ റഹ്മത്തിൻ വാസിയത്തിൻ എന്ന് പറഞ്ഞത് എന്താ? വിശാലമായ കാരുണ്യമുള്ളവൻ എന്ന് പറയുന്നത് തർഗീബ് എന്ന് പറയാ. അള്ളാഹു മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന, അവനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന, ജീവിതത്തിൽ ഒരുപാട് നല്ല മോഹങ്ങൾ നൽകുന്ന കാര്യമാണ് റബ്ബുക്കും ദൂ റഹ്മത്തിൻ വാസിയ. എത്ര വലിയ കുറ്റവാളികളാണെങ്കിലും ഇപ്പൊ നിങ്ങൾക്കത് നിർത്തി തിരിച്ചു നടന്നാൽ വിശാലമായി കാരുണ്യം ചെയ്യുന്ന റബ്ബ് നിങ്ങൾക്ക് അവന്റെ റഹ്മത്ത് നൽകുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ഭാഗം വലാ യുറദ്ദു ബഅസുഹു അനിൽ ഖൗമിൽ മുജ്രിമീൻ എന്നുള്ളത് എന്താ? അത് തർഹീബാണ്, ഭയപ്പെടുത്തുന്ന ഭാഗമാണ്. എന്താണ് ഭയപ്പെടുത്തുന്നത്? എത്ര തന്നെ നിങ്ങൾ കഴിവുള്ളവരാണെങ്കിലും, നിങ്ങൾക്ക് ഈ ലോകത്ത് എങ്ങനെ ജീവിച്ചു പോന്നവരാണെങ്കിലും, നിങ്ങളുടെ ആ കുറ്റം അവിടെ ബാക്കിയായി നിൽക്കുന്നുണ്ടെങ്കിൽ, അത് പൊറുക്കപ്പെടാനുള്ള വഴികൾ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഓർത്തോളു കേട്ടോ, പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല.
ഒരാളും രക്ഷപ്പെടുത്താൻ വേണ്ടി ശുപാർശയുമായിട്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കയറി വരില്ല. ഏതെങ്കിലും വാസ്ത പറയാൻ റെക്കമെൻഡേഷനുമായിട്ട് അങ്ങോട്ട് ആരും കടന്നു വരില്ല. അതിന് സാധിക്കില്ല. വലാ യുറദ്ദു ബഅ്സുഹു, തട്ടിമാറ്റാൻ കഴിയില്ല, ഒഴിവാക്കപ്പെടൂല. അനിൽ ഖൗമിൽ മുജ്രിമീൻ, കുറ്റവാളികളായ ആളുകളുടെ ശിക്ഷ ഒഴിവാക്കപ്പെടുന്നതേ അല്ല, അവർ അത് അനുഭവിക്കുക തന്നെ ചെയ്യേണ്ടി വരുന്നതാണ്. ഇങ്ങനെ പറയുന്ന ആയത്തുകൾ ഖുർആനിൽ കുറെ ഉണ്ട്. നിങ്ങൾക്കറിയാലോ, ഇന്ന റബ്ബക സരീഉൽ ഇഖാബ് വഇന്നഹു ലഗഫൂറുർ റഹീം. ഈ സൂറത്ത് തന്നെ വരുന്നുണ്ട്. അവസാനത്തെ ആയത്ത് 165-ാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഈ രണ്ട് സംഗതിയും പറഞ്ഞുകൊണ്ടാണ്. ഈ രണ്ട് ശൈലിയിൽ ഉള്ള ഒരായത്താണ് ഈ സൂറത്തിലെ ഏറ്റവും അവസാനത്തെ ആയത്ത്. തർഗീബും തർഹീബും അടങ്ങിയ ആയത്താണ് ഈ സൂറത്തിന്റെ അവസാനത്തിലുള്ളത്. എന്താ അത്? ഇന്ന റബ്ബക സരീഉൽ ഇഖാബ്, നിന്റെ റബ്ബ് വളരെ വേഗതയിൽ ശിക്ഷ നടപ്പാക്കുന്നവനാണ് ട്ടോ. വഇന്നഹു ലഗഫൂറുർ റഹീം, അവൻ ഏറെ കാരുണ്യവാനും പൊറുക്കുന്നവനും ആണ് കേട്ടോ എന്ന് അവിടെയും പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നേരത്തെ തർഹീബാണ് പറഞ്ഞത്, പിന്നെ തർഹീബാണ്. എന്നാൽ അവസാനത്തെ ആയത്തിൽ ആദ്യം തർഹീബും പിന്നെ തർഹീബുമാണ് പറഞ്ഞത്. അതെന്തുകൊണ്ട് എന്ന് ഇൻഷാ അല്ലാഹ് ആ ആയത്ത് വിശദീകരിക്കുമ്പോ നമുക്ക് പറയാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോ ഒഴിവാക്കുന്നു. വേറെയും ഒരുപാട് ആയത്ത് സൂറത്തുൽ റഅദിൽ വഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ ലിന്നാസി അലാ ദുൽമിഹിം വഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് ലദൂ മഗ്ഫിറത്തിൻ ലിന്നാസി അലാ ദുൽമിഹിം, ആളുകൾ ചെയ്യുന്ന ദുൽമിന്റെ പേരിൽ ഒരുപാട് മഗ്ഫിറത്ത് ചെയ്യുന്നവനാണ് ട്ടോ. വഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്, നിന്റെ രക്ഷിതാവ് അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് ട്ടോ. സൂറത്തുൽ ഹിജ്റിലെ 49-50 ആയത്തുകളിൽ നബ്ബിഉ ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ അടിമകളെ അറിയിക്കണേ, അന്നി അനൽ ഗഫൂറുർ റഹീം, തീർച്ചയായും ഞാൻ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന്. വഅന്ന അദാബി, എന്റെ ശിക്ഷ ഹുവൽ അദാബുൽ അലീം, അത് വേദനാജനകമായ അൽ അലീമായ വേദനയേറിയ ശിക്ഷയാണ് എന്റെ ശിക്ഷ എന്ന കാര്യവും അവരെ അറിയിക്കണേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ രണ്ട് കാര്യങ്ങളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യവും അതേപോലെ ശിക്ഷയെയും ഒരുമിച്ച് പറയുന്ന ഇതേപോലെയുള്ള ഒട്ടനവധി ആയത്തുകൾ ഖുർആനിൽ നമുക്ക് കാണാം. ഇനി നോക്കൂ, സൂറത്ത് ഗാഫിറിലെ 3-ാമത്തെ വാക്യം, ഗാഫിറുൽ ദംബ് വഖാബിലുത് തൗബ് ശദീദുൽ ഇഖാബ്. ഗാഫിറുൽ ദംബ്, കുറ്റങ്ങൾ മാപ്പാക്കുന്നവനാണ്. വഖാബിലുത് തൗബ്, തൗബ സ്വീകരിക്കുന്നവനാണ്. ശദീദുൽ ഇഖാബ്, അതോടൊപ്പം തന്നെ അതികഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. പടച്ചവനെ സംബന്ധിച്ച് നിങ്ങൾ എന്താ അറിയേണ്ടത്? പടച്ചവനെ സംബന്ധിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. ഒന്നെന്താ? ഗാഫിറുൽ ദംബ്, പാപങ്ങൾ ദംബുകളെല്ലാം മഗ്ഫിറത്താക്കുന്നവനാണ്, പൊറുക്കുന്നവനാണ്. വഖാബിലുത് തൗബ്, തൗബ സ്വീകരിക്കുന്നവനാണ്. ശദീദുൽ ഇഖാബ്, അതേപോലെ അതികഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് റബ്ബ് എന്ന ആ കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ എന്ന് സൂറത്തുൽ ഗാഫിറിലെ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ് അങ്ങനെ കുറെ പോകുന്നുണ്ട്. സൂറത്തുൽ ബുറൂജിലെ ഒരു ആയത്തും കൂടെ നോക്കാം. ഇന്ന ബത്ശ റബ്ബിക ലശദീദ് ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ് വഹുവൽ ഗഫൂറുൽ വദൂദ്. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, പടച്ചവന്റെ പിടുത്തമുണ്ടല്ലോ, അത് സാധാരണ പിടുത്തല്ല, അതികഠിനമായ ഒരു പിടുത്തമാണ്, അതികഠിനമായ ശിക്ഷയാണ്. അവനാണ് ഉണ്ടാക്കിയവൻ, അവനാണ് മടക്കുന്നവൻ. വഹുവൽ ഗഫൂറുൽ വദൂദ്, അവനേറെ പൊറുക്കുന്നവനാണ്, ഏറെ സ്നേഹമുള്ളവനാണ് റബ്ബ് എന്ന കാര്യവും നിങ്ങൾ അറിയണേ എന്ന് പറഞ്ഞ് നേരത്തെ നമ്മള് സൂറത്ത്
ഈ സൂറത്തിന്റെ അവസാനത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ തർഹീബ് ആദ്യം പറഞ്ഞിട്ട് അത് പിന്നെ തർഹീബ് പറയുന്ന മറ്റു രണ്ടായത്തുകളാണ് സൂറത്തുൽ ബുറൂജിലെ 12 മുതൽ 14 വരെയുള്ള ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ 13 വരെയുള്ള ആയത്തുകളിൽ നമ്മൾ കാണുന്നത്. അതായത് ആ സൂറത്തുൽ ബുറൂജിലെ ആയത്തുകളിൽ നമ്മൾ കാണുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ലമ്മാ ഖലല്ലാഹുൽ ഖൽഖ, അള്ളാഹു സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയതിന് ശേഷം മനുഷ്യരെ സൃഷ്ടിച്ചു, മറ്റു ജീവജാലങ്ങളൊക്കെ സൃഷ്ടിച്ച് ആ സൃഷ്ടി പൂർണ്ണമായതിനു ശേഷം ഖതബ ഇൻദഹു ഫൗഖ അർശിഹി, അള്ളാഹുവിന്റെ അർഷില്, അതിന്റെ ആ അർഷിന്റെ അടുക്കൽ അള്ളാഹു എഴുതി വെച്ചിരിക്കുക. അള്ളാഹുവിന്റെ അർഷിൽ, അള്ളാഹുവിന്റെ ആ അർഷിൽ അള്ളാഹു എഴുതി വെച്ചിരിക്കുക. എന്താ എഴുതി വെച്ചെന്നറിയോ? ഇന്ന റഹ്മത്തി സബഖത്ത് അലബി, ഇന്ന റഹ്മത്തി, എന്റെ കാരുണ്യം, സബഖത്ത് അലബി, എന്റെ ദേഷ്യത്തെ അതിനെക്കാട്ടും മുൻകടന്നതാണ് കേട്ടോ. എന്റെ ദേഷ്യമല്ല, എന്റെ കോപമല്ല, എന്റെ ശിക്ഷയല്ല കൂടുതലുള്ളത്, എന്റെ കാരുണ്യമാണ് കൂടുതലുള്ളത് എന്ന് അള്ളാഹുവിന്റെ അർഷിന്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നു എന്ന്. ഇത് തർഹീബാണ്, ഇത് സമാധാനമാണ്, സന്തോഷമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ചില വാക്കുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. അടുത്ത ആയത്ത് കുറച്ച് വലിയതാണ്. ഇൻഷാ അല്ലാഹ് നാട്ടില് കുറെ അധികം സമയമായിട്ടുണ്ടാകും, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അടുത്ത ആഴ്ചത്തേക്ക് ഒരു ഹോംവർക്ക് തരികയാണ്. അത് ഇവിടെ നമ്മൾ 148-ാമത്തെ ആയത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ തുടക്കം സയഖൂലുല്ലദീന അശ്റകൂ ലൗ ശാ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉനാ വലാ ഹറംനാ മിൻ ശൈഇ കദാലിക കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഹത്താ ദാഖൂ ബഅസനാ ഖുൽ ഹൽ ഇൻദകും മിൻ ഇൽമിൻ ഫതുഖ്രിജൂഹു ലനാ ഇൻ തത്തബിഊന ഇല്ലാ അല്ലന്ന വഇൻ അൻതും ഇല്ലാ തഖ്റുസൂൻ. ഈ ആയത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട് സയഖൂലുല്ലദീന അശ്റകൂ. ഇതേപോലെ സയഖൂലു എന്ന് പറയുന്ന ഒരു ജുസ്ഇന്റെ തുടക്കമുണ്ട്, അല്ലെങ്കിൽ ഒരു ജുസ് ഉണ്ട്. അത് ഏതാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. അത് നിങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യത്തെ 5 ജുസ്ഉകളുടെ പേര് പഠിക്കുക. 1, 2, 3, 4, 5. ആ ജുസ്ഇന്റെ പേര് എന്ന് പറഞ്ഞാല് ആ ജുസ്ഇൽ ആദ്യം തുടങ്ങുന്ന വാക്ക് വെച്ചുകൊണ്ടാണ് ആ ജുസ്ഇന്റെ പേരുണ്ടാകുക. എന്തായത് നിങ്ങൾ നോക്കിയിട്ട് ഒന്നാമത്തെ ജുസ്ഇന്റെ പേരെന്താ, രണ്ടാമത്തെ പേരെന്താ എന്ന് പഠിക്കുക. അതേപോലെ അവസാനത്തിലെ 5 ജുസ്, 30-ാമത്തെ ജുസ് ഏതാണ്, 29-ാമത്തെ ജുസ് ഏതാണ്, ഓർമ്മയുണ്ട്? അമ്മ ജുസ് എന്ന് പറയുന്നത് 30-ാമത്തെ ജുസ് ആണ്. തബാറക്ക ജുസ് എന്ന് പറയുന്നത് 29-ാമത്തെ ജുസ് ആണ്. ഇതേപോലെ 26, 27, 28, 29, 30 ജുസുകളുടെ പേര് പഠിക്കുക. ആദ്യത്തെ 5ഉം അവസാനത്തെ 5 ജുസുകളുടെയും പേര് നിങ്ങൾ പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇതുവരെ ഇവിടെ പഠിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പരിശുദ്ധ ഖുർആൻ ഏറ്റവും സന്തോഷപ്രദവും നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയും എല്ലാ നിലക്കുമുള്ള ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും മാർഗമായി പരിശുദ്ധ ഖുർആനിനെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ മാറ്റി തീർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.